ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾ കണ്ടു കാണും, മറുനാടൻ മലയാളി, അല്ലെങ്കിൽ വേറൊരു പേര് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഫേക്ക് നാടൻ മലയാളി എന്ന രീതിയിൽ വേണമെങ്കിലും നോക്കാനൊന്ന് മാറ്റി വിളിക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വിളിക്കാം. കാരണം പുള്ളിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കിടക്കുമ്പോൾ നമുക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ പുള്ളി ഓരോ വാർത്തകളും പടച്ച് വെടിപ്പിച്ച് വെളുപ്പിച്ച് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഇത്തരം ആളുകളുടെ അടുത്ത് നിങ്ങൾക്കും പറയാൻ ഒരുപാടുണ്ടാവും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇത് നിങ്ങൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾക്കും പറയാനുണ്ടാവും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ പടച്ചു വിട്ട ഒരു വാർത്ത ഇപ്പൊ മൊത്തത്തിൽ കേരളം മൊത്തം പടർന്ന് പന്തലിച്ച് വലിയ വിഷയം, സംസാര വിഷയം, യൂട്യൂബേഴ്സ് പലതരത്തിലുള്ള കംപ്ലൈനുകളിലിട്ട് അതിങ്ങനെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ കണ്ടു. എവിടെയോ ഉള്ള മറ്റൊരു ഫേക്കൻ അവന്റെ അക്കൗണ്ടിൽ കുറിച്ച ഒരു വാക്കും എടുത്തുകൊണ്ട് വന്ന് അതിനെ വലിയൊരു സ്റ്റോറിയും ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വലിയൊരു ബിൽഡപ്പും കൊടുത്ത് ആളുകൾ ഒരുതരം സംശയത്തിന്റെയും വിഷമത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ ഒരു വക്കിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു ഉറവിടമാണ് ഈ പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഫേക്ക് കച്ചവട ശാല. അപ്പൊ ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട വലിയൊരു അതുല്യ പ്രതിഭയാണ് നമ്മുടെ മമ്മൂട്ടി. അദ്ദേഹം അഭിനയിച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ആഴത്തിൽ പതിപ്പിച്ച ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അത്രയും കഥാപാത്രങ്ങളിലൂടെ തന്നെ ഒരുപക്ഷെ നമ്മളിൽ പലരും ഈ മനുഷ്യനെ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു മനുഷ്യന്റെ ശാരീരിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു അസുഖം, അത് ഏതൊരു മനുഷ്യനും, അതിന് മമ്മൂട്ടി എന്നല്ല, ഞാനെന്നല്ല, നിങ്ങളെന്നല്ല, എല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ. അത് പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർത്തും ഒരു മനുഷ്യന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടും ശാരീരിക അസുഖം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പേഴ്സണൽ ഇടമാണ്, സ്വകാര്യ ഇടമാണ്. അതിന് സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരനാണെങ്കിലും ആ ഒരു വിഷയത്തെ സമൂഹ മാധ്യമത്തിലിട്ട് വളരെ ഒരു വലിയൊരു വിഷയമാക്കി അവതരിപ്പിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അതെന്തിനാണ് ഈ പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിന് ഇത്രത്തോളം ബോധേടാവേണ്ട ആവശ്യം? അതെന്തിനാണ് ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ ചാനലിന് ഇത്ര ഭീകരമായിട്ട് തോന്നേണ്ട ആവശ്യം? അതൊരു മനുഷ്യന്റെ സ്വകാര്യതകളിൽ സ്വകാര്യമായ ഒരു വിഷയമാണ്. അത് തീർച്ചയായിട്ടും അപ്പൊ തന്നെ ഒരു ക്രൈമാണ് അവിടെ ആ ചാനൽ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമുക്ക് എല്ലാവരെയും എന്തും പറയാം എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറി ഇതൊരാളുടെ പേഴ്സണൽ ഇടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യം അദ്ദേഹവും അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറും മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെ പൊതുമധ്യത്തിൽ എടുത്തു വെച്ച് എന്തിനാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം അതിൽ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു വേർഡുണ്ട്, സെലിബ്രിറ്റീസിന്റെ അതായത് സ്വകാര്യ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തിന് വേണ്ടിയിട്ടാണ് ഒരു സെലിബ്രിറ്റിയുടെ സ്വകാര്യതയെ എടുത്ത് നമ്മൾ മാധ്യമ മുറികളിലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലും കൊണ്ടിട്ട് വലിച്ചു കീറുന്നത്? മനുഷ്യരല്ലേ? അവർക്കെന്താ കുടുംബമില്ലേ? ഇത്തരത്തിൽ ഒരു വാർത്ത പൊതു ഇടത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന വ്യക്തിയുടെ, അത് ആരെ കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയുടെ കൺസേൺ, അദ്ദേഹത്തിന്റെ അനുവാദം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അനുവാദം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ അനുവാദം, ഇത് മേടിക്കാതെ ഒരു പൊതു ഇടത്തിൽ വന്നിരുന്നിട്ട് ഇമാതിരി അവതരിപ്പിക്കാൻ ഇയാൾക്ക് ആരാണ് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം കൊടുത്തത്? ഇത് ചോദിക്കാൻ എന്താ ഇവിടെ പൊതു മാധ്യമങ്ങളൊന്നും മുന്നോട്ട് വരാം? ഈ തെറ്റിനെ ചോദിക്കാൻ എന്താ പൊതുമാധ്യമങ്ങളൊന്നും മുന്നോട്ട് വരാത്തത്? എന്തിനാണ് ഇത്രത്തോളം ഈ ഒരു വിഷയത്തെ ഇങ്ങനെ വളരെ ബും ആക്കി ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്? ഇത്തരം തെറ്റുകളല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? ഒരു മനുഷ്യനോട് കാണിക്കുന്ന അനീതിയല്ലേ? എന്തിനാണ് ഇങ്ങനെ പിച്ച് ചീന്തുന്നത്? വളരെ ക്രൂരവും വളരെ മോശവുമായ ഒരു പ്രവൃത്തിയാണ് ആ ചാനൽ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, തീർച്ചയായിട്ടും മമ്മൂക്ക ഇതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. ഈ പറയുന്ന ചാനലിനെതിരെ നിയമപരമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയി ഇതിന് ഒരു അവസാനം ഉണ്ടാക്കണം. ഇത്തരത്തിലുള്ള ഫേക്ക് പടച്ചു വിടുന്നവന്മാർക്ക് ഒരു മറുപടി ആയിരിക്കണം ഇതിലൂടെ മമ്മൂക്ക കൊടുക്കേണ്ടത്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹം പൊതുസമൂഹത്തിന് വന്ന് വെളിപ്പെടുത്തും. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിനെ തന്നെ ഒരു മെസ്സേജ് ആക്കി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്.
അങ്ങനെയുള്ള ഒരാള് ഇതിനെതിരെ എന്ത് രീതിയിലാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം തന്നെ വന്ന് അവതരിപ്പിക്കും. അതിന് മുന്നേ എന്തിനാണ് ഇത്ര വ്യഗ്രത, എന്തിനാണ് ഒരാളെ രോഗിയാക്കാൻ ഇത്ര തിടുക്കം കാണിക്കുന്നത്? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ വന്നിരിക്കുന്നു, ഊഹാപോഹങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്നു. എന്തിനാണ് ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്തു വെച്ച് വലിയ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത്? അതിനേക്കാളും താങ്കൾ ഒരു കാര്യം ചെയ്യും, നാളെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു സിനിമ അങ്ങോട്ട് എടുക്ക്, എന്നിട്ട് അത് പൊതുസമൂഹം കാണട്ടെ. അപ്പൊ താങ്കളുടെ ഒരു ക്രിയേറ്റിവിറ്റിയെ നോക്കാനെ പറയാം. അല്ലാതെ ഈ പൊതു ഇടത്തിൽ വന്ന് ഒരാളുടെ സ്വകാര്യതയെ കൊണ്ടുവന്ന് മീഡിയ മുറിയിലിട്ട് പിച്ച് ചെയ്തിരിക്കുന്ന ഇമാതിരി മീഡിയ നെഗളിസം, ഇമാതിരി മീഡിയ വിഡ്ഢിത്തം ഇമാതിരി കാണിച്ചാൽ പൊതുസമൂഹം, എന്നെ പോലെയുള്ള സാധാരണക്കാർ നിങ്ങളുടെ മുന്നിൽ ചോദ്യം ചെയ്യും. നിങ്ങളെ ചോദ്യം ചെയ്ത് ഉത്തരം തന്നേ പറ്റൂ. നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് അമ്മാതിരിയുള്ള തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കുക എന്ന് എന്താ പറയുക, ഈ പറയുന്ന മറുനാടൻ ഫേക്കിനോട് അപേക്ഷിക്കുന്നില്ല, പറയുകയാണ്. കാരണം നിന്നോട് അപേക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം നിന്നോട് അപേക്ഷിക്കാൻ നീ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരുത്തനല്ലല്ലോ. അതുകൊണ്ട് നീ ഇമാതിരി തോന്നിവാസങ്ങൾ നിർത്തി മാന്യമായിട്ടുള്ള ജേർണലിസം നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ. നീ രാഷ്ട്രീയക്കാരെ പുറകെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അവർ ചെയ്യുന്ന തെറ്റുകൾ കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് പറയൂ. എന്തിനാണ് ഇമാതിരി ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത്? എന്തിനാണ് ഒരാളുടെ സ്വകാര്യതയെ ഇങ്ങനെ താങ്കൾ എടുത്തിട്ട് റീച്ചിന് വേണ്ടി മാത്രം കുത്തി കീറുന്നത്? അപ്പൊ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സത്യം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെയും ഉള്ളിൽ ഇതിനെക്കാളും പറയാനുണ്ടാവും. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ. ഇനി എന്നെയും ക്രിട്ടിസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, എനിക്കെതിരെ നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഇതിന്റെ താഴെ വന്ന് രേഖപ്പെടുത്തുക. മറുനാടൻ ഫാൻസുകളായാലും ഇതിന്റെ താഴെ നിങ്ങൾക്കുള്ള വിശാലമായ ഏരിയ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ കാട്ടാം. പക്ഷേ ഞാൻ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ഞാൻ മാറുന്നില്ല. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.